ഇപ്പം മോള് വിളിച്ചപ്പോഴാണ് മുട്ടിനായങ്ങൾ ആ സംഭവം ഒന്നും റെഡിയില്ല. അതൊന്നും നേരുന്നറിയില്ലാത്ത കാര്യങ്ങളാണ്. അതിനും ഭേദം വല്ല വിഷടിച്ച് മരിക്കുക വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും ബന്ധുക്കാരും പിന്നെ എല്ലാവരും ഉള്ള ആൾക്കാരും ഒന്നും ഇല്ല. ഇപ്പം എന്താ വെച്ചാൽ കുറച്ച് പേർക്കാണ് ബന്ധുക്കാരുണ്ടാവുള്ളൂ, ആൾക്കാരൊക്കെ ഉണ്ടാവുള്ളൂ. ഞങ്ങളമാര് ബന്ധുക്കാരൊന്നും അധികം കണക്ട് ചെയ്യാത്ത ആൾക്കാർ ഇഷ്ടംമാതിരി ഉണ്ടാവും. അത് നിൽക്കുക ആൾക്കാരുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസുകളുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാരെടുത്ത് ഇങ്ങനെ അപ്പോൾ ഇവള് സർജറി കഴിഞ്ഞ് എടുക്കുമ്പോൾ രണ്ടാളെ നിർത്തില്ല. അവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാളെ നിർത്തണില്ല. ജില്ലാശുകളിലൊക്കെ 2 പേരെ നിർത്തണമെന്നുണ്ട്. ഇവിടെ ഒരാളെ നിർത്തുള്ളൂ. അവരുടെ പേരും കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്ത് ആ ഒരാളെ തന്നെ നിർത്തുള്ളൂ. അപ്പോൾ സർജറി ആയാലും സുഖപ്രസവമാണെങ്കിൽ അത് തന്നെ. സർജറി ആണെങ്കിൽ ശരിക്കും 2 പേര് വേണം. കേസുകളാണെങ്കിലും ഇപ്പോൾ വേറെ ഏത് ജോലിയാണെങ്കിലും എന്ത് കേസാണെങ്കിലും നേരും നെറിയില്ലാത്ത സ്വഭാവം കാണിക്കാൻ പാടില്ല. അപ്പോൾ ഈ സംഭവം കേട്ടപ്പോൾ എനിക്ക് ശരിക്കും ഇളകി. പിന്നെ എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. നമുക്കുണ്ടായ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ നിൽക്കാൻ വേണ്ടി ഷാലൂസിൻ്റെ ഹോസ്പിറ്റലിലാക്കുമ്പോൾ ഹോസ്പിറ്റലിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചേച്ചീനെ ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുന്നത്തെ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ആ ചേച്ചിയോട് എല്ലാ കാര്യങ്ങളും സംസാരിച്ച് പിന്നെ എല്ലാം ക്ലിയറാക്കി പൈസയുടെ കേസും എല്ലാം സംസാരിച്ചു. പിന്നെ വാക്ക് മാറിയിരിക്കുമോ ഈ ഒരു കേസായി കാരണം. അപ്പോൾ ഈ വാക്ക് മാറില്ല, ഇനി ഒരു അമ്മേരെ പോലെ നിൽക്കും അങ്ങനെയൊക്കെ ഡയലോഗൊക്കെ അടിച്ച്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവർ നിൽക്കുന്നു കറക്റ്റായിട്ട് നിൽക്കുന്നു വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഉറപ്പിച്ച് കഴിഞ്ഞ് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഇവൾക്ക് ഡേറ്റ് കിട്ടി. അപ്പോൾ ഡേറ്റ് ഞങ്ങൾ പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ അഡ്മിറ്റ് ആവാനുള്ള ഡേറ്റ് കിട്ടി. അല്ലെങ്കിൽ അതിനുള്ളിൽ വേദന വന്നു കഴിഞ്ഞാൽ വന്നോന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ചേച്ചിനെ വിളിച്ചപ്പോൾ ആ ചേച്ചി ഇതിന് കൂടുതൽ ആൾ പറഞ്ഞ പൈസ തന്നെയാണ് നമ്മൾ സെറ്റാക്കിയത്. പക്ഷെ അതിന് കൂടുതൽ പൈസയ്ക്ക് വേറെ എവിടെയോ റെഡി ആയിട്ടുണ്ടെന്നുണ്ട്. അപ്പോൾ ആൾ പിന്നെ മുട്ടിനായങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി. അപ്പോൾ ഞാൻ ഷാലൂസിനോട് വിളിപ്പിച്ചു. നമുക്കിനി അധികം നാളില്ലേ, അധികം നാളില്ല, ഒരു വരലുണ്ടാവുന്ന ഒരു 3-4 ദിവസങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ വിളിച്ചു കഴിഞ്ഞപ്പോൾ ആളിങ്ങനെ ഓരോ കാരണങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ആൾക്ക് വേറെ ഇത് കിട്ടിയ നാളെ വായി തന്നെ പോന്നു. എന്നാലും ഞാൻ നോക്കട്ടെ വരാം, ഡേറ്റ് ആകുമ്പോൾ വിളിക്കുന്നൊക്കെ കുറച്ച് കാര്യങ്ങൾ ആൾ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്നെ ഒന്ന് കണ്ടാൽ മതി. അപ്പോൾ ആൾക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ പൈസ കൂടുതൽ കിട്ടാനാണ് ഉറപ്പിച്ചേറ്റും കൂടുതൽ പൈസ കിട്ടാൻ വേണ്ടി. നമുക്ക് ആരുമില്ല ഇവിടെ നോക്കാൻ. അപ്പോൾ സംഭവം നോക്കാൻ എനിക്ക് പറ്റാണ്ടല്ല, പക്ഷേ ഹോസ്പിറ്റലിലേക്ക് എന്നെ കയറ്റില്ല, പുറത്ത് നിൽക്കാൻ പറ്റില്ല എനിക്ക്. അത് കാരണം അവിടെ ഒരു ലേഡീസിന് ആവശ്യമുണ്ട്, ഒരു പെണ്ണിനെ എന്തായാലും വേണം. അപ്പോൾ ലേഡീസിനെ മാത്രമാണ് കയറ്റുള്ളൂ, ആണുങ്ങളെ കയറ്റില്ല. അതുകൊണ്ടാണ് ഒരു 5 ദിവസം 6 ദിവസം ഇത് സർജറി ആയ കാരണം സർജറി ആവുമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടേക്ക് വേണ്ടിയിട്ട് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ നമ്മുടെ മുതലെടുക്കാൻ വേണ്ടിയിട്ട് ഇനി കൂടുതൽ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ആളിങ്ങനെ മുട്ടിനായെന്ന് പറയും. അപ്പോൾ രീതി വിഷമമായത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങള് ഇപ്പൊ ആ ചേച്ചിനെ അന്വേഷിക്കുമ്പോ തന്നെ ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്കൊരു അമ്മേടെ പോലെ കൂടെ നിൽക്കാൻ ഒരു ആളിനെയാണ് ഉദ്ദേശിക്കണേന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞ ആ ചേച്ചി ഞാൻ വിളിച്ചപ്പോൾ ആ ചേച്ചി പറഞ്ഞത് എന്നിട്ടാ എന്നെ ഒന്ന് ഗവനിച്ചാൽ മതി ഇത്രേ, അങ്ങനെ എന്തോ ഒരു വാക്ക പറഞ്ഞു. അത്രയും നമ്മൾ അങ്ങനെ വിചാരിച്ചിട്ടേ പിന്നെ വരും നമുക്ക് ഉറപ്പ് തന്നതാ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഉറപ്പായിരുന്നു ഞാൻ വരും, ഞാൻ വാക്ക് മാറില്ല, എനിക്കൊരു വാക്കുള്ളൂ. പക്ഷെ ഞാനാണെങ്കിൽ അതിന് മുട്ടടാവാ. അതെന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ നമുക്കത് മേൽ തട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ചേച്ചിനെ അന്വേഷിച്ച സമയത്ത് തന്നെ നമ്മൾ 3-4 ചേച്ചിമാരെ വേറെ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൈസയുടെ കേസും നമ്മൾ സംസാരിച്ച് സെറ്റാക്കി വെച്ചാൽ. പക്ഷേ ഈ ചേച്ചിയോട് നമ്മൾ വാക്ക് പറഞ്ഞു, ഈ ചേച്ചിയോടാന്ന് മാത്രം. പക്ഷേ ആ ചേച്ചിമാരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നോക്കിയിട്ട് അവസാന സമയമാകുമ്പോൾ നമ്മൾ ഡേറ്റൊക്കെ കിട്ടിയിട്ട് പറയാട്ടാന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പനെ വന്നോളൂന്ന് ഈ 2-3 ചേച്ചിമാരോട് നമ്മൾ പറഞ്ഞിട്ടു. അപ്പോൾ ഇത് 4ാമത്തെ ചേച്ചിയാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് നമ്മൾ കണക്ട് ചെയ്തത്. അത് കഴിഞ്ഞ് ബാക്കി നമുക്ക് വേറെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ സംബന്ധിച്ച് ഈ ഒരു കേസായി നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റും. പിന്നെ എനിക്കൊരു പൊട്ട സ്വഭാവം ഉണ്ട്, ഞാൻ ഒറ്റാളെ വിശ്വസിക്കില്ല. ആകെപ്പാടെ എൻ്റെ ക്രാവിനും പെണ്ണിനും മാത്രമേ എനിക്ക് വിശ്വാസമുള്ളൂ. പിന്നെ അപ്പോൾ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വരുമ്പോൾ ഒരു പണി കിട്ടുമെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആരില്ലാണ്ടായ കാരണം അപ്പോൾ എന്തായാലും നമുക്ക് പണി കിട്ടുന്നു ഉറപ്പുള്ള കേസായ കാരണം വിശ്വസിക്കാൻ പറ്റില്ലെന്ന്. അപ്പം ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ 2-3 ആൾക്കാരെ അടുത്ത് മുന്നേ നമ്മൾ നമ്പർ വാങ്ങി സേവ് ചെയ്തിട്ട് അവരോട് സംസാരിച്ച് വെച്ചിട്ടുണ്ടാകും. സംസാരിക്കുക വയ്ക്കാന്ന് പറഞ്ഞാൽ പൈസയുടെ കേസായാലും ഇപ്പോൾ നമ്മൾ വിളിക്കുന്നുണ്ട്, നമ്മൾ അവരോട് ഉറപ്പ് പറഞ്ഞിട്ടില്ല, ഞങ്ങൾ അവസാനം നോക്കിയിട്ട് വിളിക്കാട്ടാന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വിളിച്ചാൽ മതി മോനെ കുഴപ്പമില്ല കേട്ടാന്ന് പറഞ്ഞത്.
അപ്പോൾ എന്താ വെച്ചാൽ ഈ ചേച്ചി ഇങ്ങനെ പറഞ്ഞു, ഇവള് വിളിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞ വഴിക്ക് തന്നപ്പോ ഞാൻ കണ്ടിട്ട് പറഞ്ഞു ഇന്ന ആവശ്യമില്ല, ചേച്ചി നല്ല രീതിയിൽ സംസാരിച്ചു ഫസ്റ്റ് വിളിച്ചപ്പോഴേ. അപ്പോൾ ആള് നല്ല ഇതിൽ ഇതായി. അപ്പോൾ എന്തായാലും നമുക്ക് വരും അവരൊക്കെ വിളിച്ച് പറഞ്ഞു കണ്ടിട്ടാ പറഞ്ഞപ്പോ വേണ്ട അതിന് സമയമായിട്ടില്ല എന്ന് കണ്ടിട്ടും പറഞ്ഞു. അപ്പോൾ ഡേറ്റ് കിട്ടിയ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു ആ ചേച്ചിനെ വിളിക്കി കാര്യം സംസാരിക്കാന്ന് പറഞ്ഞു. ഞാനും അവളും കൂടി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ലേഡീസ് തന്നെ കണക്ട് ചെയ്താൽ പോരാന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ ഇവളോട് തന്നു. പക്ഷേ ആ ചേച്ചിയോട് നമ്മളെന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ സംസാരിച്ചോ ചേച്ചി എന്ന് അറിഞ്ഞ വഴിക്ക് തന്നെ ഇവിടെ എന്നോട് പറഞ്ഞു ഇങ്ങനെ സംസാരിക്കണേ, ഒരു അങ്ങോട്ടും ഇങ്ങോട്ടില്ലാത്ത മാതിരി സംസാരിക്കണേ, പൈസ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് തോന്നുന്നുണ്ട്, അത് വേറെ ഏതോ റെഡി ആയിന്നൊക്കെ പറയുന്നത്. എന്നെ ഒന്ന് ഗവനിച്ചാൽ മതി, ഞാൻ നോക്കിയിട്ട് വരുന്നുണ്ട്, അങ്ങനെയൊക്കെ ഒരു ജാതി വക സംസാരങ്ങൾ. നമ്മൾ വാക്ക് പറഞ്ഞ് പൈസയുടെ കേസൊക്കെ വാക്ക് പറഞ്ഞ് ഉറപ്പിച്ച്. ഇപ്പം സംഭവം എന്താ വെച്ചാൽ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് ക്ലിയർ ആയി കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ കൊടുക്കുള്ള പൈസ അത് വേറെ കേസ്. പക്ഷെ നമ്മൾ എന്നാലും ഒരു റേറ്റ് പറഞ്ഞ് ഉറപ്പിക്കുമല്ലോ. ആ റേറ്റൊക്കെ പറഞ്ഞ് ഉറപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഈ വാക്ക് മാറ്റം. അപ്പോൾ നമ്മൾ പിന്നെ ഞാൻ പറഞ്ഞു ഈ വാക്കിന് വ്യവസ്ഥയില്ലാത്ത ആൾക്കാരെ കൂടെ നിർത്താൻ പറ്റില്ല. അപ്പം തന്നെ ഞാൻ അവളോട് പറഞ്ഞു സംബന്ധിച്ച് നമുക്ക് അവിടെ ഒരാളെ ഉണ്ണീനെ എടുക്കാൻ നമുക്ക് നമ്മുടെ ഉണ്ണിയല്ലേ. അപ്പോൾ അത്രയും എന്താ വെച്ചാൽ പുറത്ത് ഞാനാണ് ഉണ്ടാവുക, പക്ഷെ ഉള്ളിൽ എന്തൊക്കെ നടക്കണമെന്ന് നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ ഇവള് സർജറി കഴിഞ്ഞ് എടുക്കുമ്പോൾ രണ്ടാളെ നിർത്തില്ല. അവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാളെ നിർത്തണില്ല. ജില്ലാശുകളിലൊക്കെ 2 പേരെ നിർത്തണമെന്നുണ്ട്, ഇവിടെ ഒരാളെ നിർത്തുള്ളൂ. അവരുടെ പേരും കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്ത് ആ ഒരാളെ തന്നെ നിർത്തുള്ളൂ. അപ്പോൾ സർജറി ആയാലും സുഖപ്രസവമാണെങ്കിൽ അത് തന്നെ. സർജറി ആണെങ്കിൽ ശരിക്കും 2 പേര് വേണം കാരണം പിടിക്കാനൊക്കെ. പക്ഷേ ഈ കുട്ടീനെ പറഞ്ഞു ചേച്ചി എന്നെ നോക്കണ്ട, ഞാൻ എങ്ങനെയൊക്കെ എണീറ്റ് നടന്നോളാം, ഉണ്ണീനൊന്ന് പിടിക്കാൻ മാത്രം മതി, പിന്നെ ഞങ്ങള് ഡ്രസ് ഒന്നും കഴിയണ്ട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാനൊക്കെ കഴുകിക്കൊണ്ടിരുന്നു പറഞ്ഞു. അപ്പോൾ ശരി കുഴപ്പമില്ല. അപ്പം നിന്നാ മതി. പിന്നെ കുട്ടീനെ വല്ലയിടത്തേക്ക് ഇപ്പോൾ ടെസ്റ്റിന് കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാം. അപ്പോൾ പുറത്തേക്ക് വരുമ്പോൾ ഞാനുണ്ടാവും. ഉള്ളിൽ വല്ലതും ചെയ്യുകയാണെങ്കിൽ അത് ചെയ്യുക. കുട്ടിയുടെ തുണിയൊന്ന് ജസ്റ്റ് ഒന്ന് മുക്കിടുക, ആ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. ഇവിടെയുള്ള തുണികളൊന്നും നമുക്ക് വിഷയമില്ല, നമ്മൾ കൊണ്ടുവരും. കുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് വേണ്ടി വരുമല്ലോ. അപ്പൊ അതൊന്നും ചിലപ്പോ വേറൊരു കാര്യം ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ പറഞ്ഞു അതും വേണ്ട, കാരണം ഞങ്ങൾ ആവശ്യത്തിലും കൂടുതലും തുണി ഇഷ്ടംമാതിരിയാണ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ചെയ്തു തരാനൊന്നും. അപ്പൊ എന്തായാലും വിചാരിച്ചു കുറച്ചധികം ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മുണ്ടൊക്കെ നന്നായി എനിക്ക് വേണമെങ്കിൽ ഞാനും മിന്നുസും വന്ന് വീട്ടിൽ വന്ന് കഴുകി കൊണ്ടുപോകും, ഉണക്കി കൊണ്ടുപോകും. അത് കുഴപ്പമില്ല, അത് കാരണം കൂടുതൽ. പക്ഷേ ഈ ചേച്ചി ഇങ്ങനെ പറഞ്ഞാൽ പിന്നെ നമ്മളത് വേണ്ടാന്ന് വെച്ചു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ വീഡിയോ ഇടാൻ കാരണം എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു സംഭവം നമുക്ക് ഉണ്ടായി. അപ്പം ഞാനത് 2-3 പേരെടുത്ത് മുന്നിൽ വേറെ പറഞ്ഞിട്ടാണ് കാരണം എനിക്ക് വിഷയം ഉണ്ടായില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ ചേച്ചിയിലേറ്റും കുറവ് പൈസയാണ് ഈ ചേച്ചി പറഞ്ഞിട്ടുള്ളൂ. സംഭവം ആ ചേച്ചി പറഞ്ഞ പൈസ പറഞ്ഞു. പക്ഷെ ഞങ്ങളുടെ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങൾ കേട്ടപ്പോൾ ചേച്ചി പറഞ്ഞു എനിക്ക് ഇത്ര കാശ് മതി, ഇത്ര കാശ് തരണ്ട. ആ ചേച്ചി അങ്ങനെ പറഞ്ഞു. പിന്നെ വേറെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇപ്പോൾ 2 പേര് മാത്രമേ ഉള്ളൂ. അപ്പം എങ്ങനെ കാര്യങ്ങളൊന്നും അറിയാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് കുഴപ്പമില്ല. ആ ചേച്ചിയും ബെറ്റർ ഇപ്പോൾ കണ്ട ചേച്ചിയാന്ന് തോന്നുന്നു. നമ്മൾ വരാം, നമ്മൾ കാശ് കൊടുക്കാം, നമ്മൾ വരെ കൊണ്ടുവരാൻ വരാം, എല്ലാ കാര്യങ്ങളും പറഞ്ഞു. പക്ഷേ ഈ ചേച്ചി നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട് വേദനയായിട്ട് മോളൊന്ന് വിളിച്ച് പറഞ്ഞാൽ മതി, ഹോസ്പിറ്റലിലേക്ക് വേണമെങ്കിൽ ആൾ തന്നെ വരാമെന്ന് പറഞ്ഞു. ചേട്ടൻ പറഞ്ഞു വേണ്ട, ഞങ്ങൾ എന്തായാലും കൊണ്ടുവരാൻ വരാം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തൊരു സംഭവം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും ബന്ധുക്കാരും പിന്നെ എല്ലാവരും ഉള്ള ആൾക്കാരും ഒന്നും ഇല്ല. ഇപ്പം എന്താ വെച്ചാൽ കുറച്ച് പേർക്കാണ് ബന്ധുക്കാരുണ്ടാവുള്ളൂ, ആൾക്കാരൊക്കെ ഉണ്ടാവുള്ളൂ. ഞങ്ങളമാര് ബന്ധുക്കാരൊന്നും അധികം കണക്ട് ഇല്ലാത്ത ആൾക്കാർ ഇഷ്ടംമാതിരി ഉണ്ടാവും. അത് നിൽക്കുക ആൾക്കാരുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസുകളുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാരെടുത്ത് ഇങ്ങനെ നമ്മളൊരു ശരിക്കും പറഞ്ഞൊരു പൈസ കൊടുത്തിട്ടാണെങ്കിലും അത് നമുക്ക് നല്ലൊരു ഹെൽപ്പാണ് ചെയ്യണത്. പിന്നെ അവർ ചെയ്യണ ഒരു ജോലിക്ക് ഒരു ആത്മാർത്ഥത വേണ്ടേ എന്ത് കേസ് ചെയ്യുകയാണെങ്കിലും. അപ്പോൾ ഒരു ആത്മാർത്ഥത ഇല്ലാണ്ടാണ് ഈ ചേച്ചി ഇങ്ങനെ കാണിച്ചത്. നാളെ മേലൊക്കെ ഇങ്ങനത്തെ വല്ല ആൾക്കാർ ഈ വീഡിയോ കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആരോടും ചെയ്യാൻ പാടില്ല. ഇങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ കേസെന്നല്ല, വേറെ എന്ത് ഇങ്ങനത്തെ കേസുകളാണെങ്കിലും ഇപ്പോൾ വേറെ ഏത് ജോലിയാണെങ്കിലും എന്ത് കേസാണെങ്കിലും നേരും നെറിയില്ലാത്ത സ്വഭാവം കാണിക്കാൻ പാടില്ല. അപ്പോൾ ഈ സംഭവം കേട്ടപ്പോൾ എനിക്ക് ശരിക്കും ഇളകി. പിന്നെ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രതീക്ഷിച്ചിരിക്കുന്നത് എല്ലാതും. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്പനെ പറഞ്ഞോളോട് വേണ്ട ചേച്ചി വേണ്ട, കാര്യം കഴിഞ്ഞിരി നമുക്ക് വേറെ ആളാക്കാം. അല്ല ചേച്ചിയോട് 4 വർത്താനം പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞ് നേരും നെറിയില്ലാത്ത ആൾക്കാർ നമ്മുടെ പെണ്ണിൻ്റെ ഒപ്പം നിൽക്കണ്ടെന്ന് പറഞ്ഞ് അത് അവസാനിപ്പിച്ചു. നേരും നെറിയുള്ള ആൾക്കാർക്ക് കറക്റ്റായിട്ട് നമുക്ക് ഒരാളില്ലെങ്കിൽ ഒരാൾ എന്തായാലും സെറ്റാണ്. പിന്നെ എന്ത് കേസായാലും ഇവളെ 7ാം മാസം തൊട്ട് ഇവളെ വെള്ളം പൊട്ടി പോകുന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്ന. ഇപ്പോഴത്തെ ഡോക്ടറല്ല, മുന്നത്തെ ഡോക്ടർ. പക്ഷേ ഒരു വിഷയമില്ല ആൾക്ക്. അത് 9 മാസമായി. 9 മാസം തികഞ്ഞ് ഇപ്പം തികയാൻ പോവാണ്. അത് കഴിഞ്ഞ് ഡേറ്റും കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക്. 9 മാസം കഴിഞ്ഞ് ഇത്ര ദിവസം കഴിഞ്ഞ് ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ കുഴപ്പമില്ല. ഇനി എപ്പോൾ വേദന വന്നാലും വിഷയമുള്ള കേസല്ല. അപ്പോൾ ദൈവം സഹായിച്ച അങ്ങനത്തെ പ്രശ്നം. ഇപ്പോൾ ഇവൾക്ക് വേദനകളൊക്കെ വന്നു തുടങ്ങി.
കാരണം അങ്ങനത്തെ കേസൊന്നും ഇവിടെ വിഷയമില്ല. ഒക്കെ ദൈവം സഹായിച്ച് ഒരു കുഴപ്പമില്ലാണ്ട് കറക്റ്റായിട്ട് കാര്യങ്ങൾ പോകുന്നു. നമ്മളപ്പോൾ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ജോലി ചെയ്യാനും ഒരു ആത്മാർത്ഥതയിൽ ചെയ്യണം. പിന്നെ ആൾക്കാരെ പറ്റിക്കാൻ പാടില്ല. പിന്നെ എന്താ സംബന്ധിച്ച് ഒരാളോട് വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വാക്ക് പാലിക്കുക. ഇപ്പം ഇത് നമുക്ക് ഈ വാക്ക് പാലിക്കാതെ ആള് അത്ര ഇതിൽ പറഞ്ഞാണ് വാക്ക് പറഞ്ഞ വാക്കുണ്ട് മോനെ അത് എന്തായാലും മാറില്ല. അപ്പം ഞാൻ പറഞ്ഞു വാക്ക് മാറി കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടാവില്ല കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം ചേച്ചി എന്നൊക്കെ പറയാം. ഞാനും നിൻ്റെ മാതിരി തന്നെയാണ്, വാക്ക് മാറില്ല. ഏറ്റവും ആൾ വാക്ക് മാറി. എന്താ വെച്ച് കഴിഞ്ഞാൽ വാക്കെല്ലാം മാറാൻ പറ്റുള്ളവർ അതാണ് പൈസയുടെ കേസിലെല്ലാവരും ഇങ്ങോട്ട് മാറി മറിഞ്ഞ് പോകും. അപ്പോൾ ഇങ്ങനെ ആരോടും ചെയ്യാൻ പാടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ കാരണം ആരും ഇല്ലാണ്ടാണ് നമ്മളൊരാളെ നിർത്തണത്. അപ്പോൾ ആ വ്യക്തി ഇങ്ങനെ ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇങ്ങനത്തെ ഒരു കേസ് വരുമ്പോൾ നമുക്ക് വേറെ ചിലർ ചിലപ്പോൾ എൻ്റെ മാതിരി ചിലപ്പോൾ 2-3 ആളോട് ചോദിച്ചിട്ടുണ്ടാവില്ലേ, ആ ഒരു ചേച്ചിനെ ആശ്രയിച്ച് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ആ ചേച്ചി പെട്ടെന്ന് ഇല്ലാണ്ടാകുമ്പോൾ അവർ ആ ബുദ്ധിമുട്ടി പോകും. പ്രത്യേകിച്ച് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. കാശ് ഇല്ലാത്ത കാരണമാണ് നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കാണിക്കണത്. ആ കാശുണ്ടെന്ന് വെച്ചാൽ നമ്മൾ പ്രൈവറ്റാണ്. അപ്പോൾ ഇവരൊന്നും ഒരു ആവശ്യമില്ല. അപ്പോൾ ഇനി നാളെ മേലൊക്കെ ഇങ്ങനെ ഒറ്റാളും ചെയ്യരുത്. അതിനാണ് ഈ വീഡിയോ ഇടണത് കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ ഒരു കേസ് ഉണ്ടായി. അപ്പോൾ എനിക്ക് വിഷമമായൊന്നുമില്ല, പക്ഷേ ശാലിനുമാര് വിഷമമായി. ആ ചേച്ചി ഇങ്ങനെ ഇതായിപ്പോൾ. പിന്നെ നമുക്ക് പറഞ്ഞാൽ ഇങ്ങനത്തെ കേസ് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കും. ഇങ്ങനത്തെ കേസുകളൊക്കെ എപ്പോൾ വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ സംഭവിക്കുക എന്നുള്ളത്. അതാണ് എനിക്ക് ആ വിഷമമൊന്നും ഉണ്ടായില്ല. പക്ഷേ ഈ വീഡിയോ കാണുമ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനത്തെ ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ ആരോടും ചെയ്യാൻ പാടില്ല. അപ്പോൾ നമുക്കൊരു അനുഭവം ഉണ്ടായി. അപ്പോൾ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അത് എന്തായാലും പറയാണ്ടൊരു എയിമില്ലേ. കാരണം വെച്ചാൽ കുറച്ച് ദിവസം ഇപ്പോൾ വീഡിയോ ഇട്ടിട്ട് അത് മാത്രമല്ല ഞങ്ങളറിയുന്ന ഒത്തിരി പേര് വീഡിയോ കൂടെ അറിയുന്ന ആൾക്കാര് പിന്നെ ബന്ധുക്കാരും അതെ വരവും പോക്കൊക്കെ കുറവാണല്ലോ. ഒക്കെ വീഡിയോ കൂടെ തന്നെ അറിയണത്. അവരറിഞ്ഞോട്ടെ വിഷയങ്ങളൊക്കെ വീഡിയോ തന്നെ അറിയുള്ളൂ. അപ്പൊ പിന്നെ അതിനാണ് നമ്മൾ നോക്കണില്ലേ. അധികം പറയാ ഇതാ നിങ്ങളുടെ വീഡിയോ കൂടെ അറിയണ്ടിട്ട്. അപ്പൊ നമുക്ക് സന്തോഷമാണ്. നമ്മുടെ വീഡിയോ കാണണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് അറിയണ്ടല്ലോ അവര്. സന്തോഷം. അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബർ ചെയ്ത ആൾക്കാർക്കും പിന്നെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ആൾക്കാർക്കും പിന്നെ നമ്മുടെ കൂട്ടുകാരന്മാർക്ക് കൂട്ടുകാരികൾക്കുള്ള അങ്ങനെയൊക്കെ നമ്മുടെ കാണുന്ന എല്ലാവർക്കും വേണ്ടി ഈ സംഭവം അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യണത്. അപ്പോൾ നാളെ മേലൊക്കെ ഇങ്ങനെ ആരോട് ചെയ്യരുത്. അപ്പോൾ ഇത് പറയാനാണ് നമ്മൾ ഈ വീഡിയോ ഇട്ട് കേട്ടോ. അപ്പോൾ ബൈ. ഇനിയിപ്പോൾ അടുത്ത എന്തെങ്കിലും കേസ് ഉണ്ടാകുമ്പോൾ ഞാൻ അപ്പോൾ വീഡിയോ ആയിട്ട് വരില്ല. അപ്പോൾ ഇതിനാരെങ്കിലും കമൻറ്റ് എന്തെങ്കിലും രേഖപ്പെടുത്താണെങ്കിൽ രേഖപ്പെടുത്തി കേട്ടോ. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം ഇങ്ങനെയാണ്, വാക്ക് പറഞ്ഞാൽ പിന്നെ വാക്ക് മാറാൻ പാടില്ല. അല്ലെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വിളിച്ച് പറയണം ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ആളോട് ഞാൻ ചോദിച്ചു, ചോദിച്ചു ഇതെന്താ അന്ന് വിളിച്ച് പറയാറുന്നില്ല ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു അയ്യോ എൻ്റെ നമ്പർ പോയി, ഇപ്പം മോള് വിളിച്ചപ്പോഴാണ് മുട്ടിനായങ്ങൾ. ആ സംഭവം ഒന്നും റെഡിയില്ല. അതൊന്നും നേരുന്നറിയില്ലാത്ത കാര്യങ്ങളാണ്. അതിനും ഭേദം വില വിഷടിച്ച് മരിക്കുക. കാരണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ ആ സംഭവം ചെയ്ത് ഇപ്പം ഞങ്ങൾ വേദന വന്നിട്ട് ഇപ്പോൾ ദൈവം സഹായിച്ച് വേദന ഒന്നും വന്നില്ല, ബുദ്ധിമുട്ടൊന്നും വന്നില്ല. വേദന വന്നിട്ട് ആ ചേച്ചിനെ വിളിച്ചാൽ വെച്ചാൽ പെട്ടുപോയാണ്. ശരിക്കും പെട്ടുപോയാണ്. അതാണ് സംഭവം. അപ്പോൾ നമുക്ക് ഇത് ആലോചിച്ചപ്പോൾ ഇതിപ്പോൾ 2-3 ദിവസമായി നടന്നിട്ട് സംഭവം. പക്ഷേ ഞാൻ വീഡിയോ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ പെട്ടെന്ന് എനിക്ക് തോന്നിയത് വീഡിയോ ചെയ്ത് നമുക്ക് നമ്മുടെ ആൾക്കാരെ അറിയിക്കാം. കാരണം ഇതിന് വേറെ വല്ലവരും ചെയ്തിട്ട് ചെയ്യാണ്ടിരിക്കാൻ, ഇത് കണ്ടിട്ടെങ്കിലും ചെയ്യാണ്ടിരുന്നോട്ടെ വെച്ചിട്ടാ. ചിലപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനത്തെ ഉണ്ടാവും. അന്ന് 90% നല്ല ചേച്ചിമാരൊക്കെ ഉണ്ട് കേട്ടോ, നല്ല ആൾക്കാരുണ്ട്. പക്ഷേ അതിൽ 1-2 ആൾക്കാർ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ മൊത്തത്തിൽ ആൾക്കാർക്ക് വിശ്വാസക്കുറവ് വരും. അപ്പോൾ ഇതൊന്ന് എല്ലാവരും അറിയിക്കാൻ വേണ്ടിയാണ് വീഡിയോ. അപ്പോൾ ശരി, ബൈ. ഇനിയിപ്പോൾ ചിലപ്പോൾ എങ്ങനെയാണ് വീഡിയോ എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഉള്ള ഹോസ്പിറ്റലിൽ വെച്ചിട്ടാവും, അല്ലെങ്കിൽ കുട്ടീനെ കയ്യിലെടുത്തിട്ടുള്ളതായിരിക്കും. അതൊക്കെ ഇപ്പോൾ എങ്ങനെ അപ്പുറത്തെ അവസ്ഥ പോലെ ആയിരിക്കും വീഡിയോ കേട്ടോ. ഇനി അധികം ദിവസമൊന്നുമില്ല. അപ്പോൾ ശരി കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോ, ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തോ. ബെല്ലൈക്കൻ അമർത്താൻ മറന്ന ആൾക്കാരുണ്ടെങ്കിൽ ബെല്ലൈക്കൻ അമർത്തിക്കോട്ടോ. പിന്നെ നമുക്കൊരു സപ്പോർട്ട് തന്നോട്ടോ. അപ്പോൾ ശരി.